അവിടെ ചെടി ഓൾറെഡി സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ സ്ട്രെസ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇനി അപ്പോൾ വാമോ അതേപോലെ തന്നെ നമ്മളെ ജൈവരൂപത്തിലുള്ള റൂട്ടിൻ ഹോർമോണുകളോ നമ്മൾ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെടികൾ മണ്ണിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വേരുകൾ പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തും. അപ്പോൾ വേരുകൾ ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളൊരു ചെടി, ഒരു ഫ്രൂട്ട് പ്ലാന്റ് ചെടി, ഒരു നഴ്സറി നമ്മൾ വാങ്ങിയിട്ട് നടല്ലോ. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ചിലർ പറയും ഒരു മാസമായിട്ട് അത് വളർച്ചെല്ലാം മുരടിച്ച് നിൽക്കുകയാണ്. ഞാൻ നഴ്സറിക്കാർ പറഞ്ഞിട്ട് ഇന്ന സാധനങ്ങൾ കൊടുത്ത്, അതേപോലെ വളക്കടക്കാർ പറഞ്ഞിട്ട് ഇന്ന രീതിയിലൊക്കെ കൊടുത്ത്, പക്ഷെ ഒരു രക്ഷയില്ല, ഇലകൾ മഞ്ഞളിച്ച് പോകുന്ന എന്താണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തത് കറക്റ്റാണോ? ഇങ്ങനെ നമ്മളൊരു ചെടി മാറ്റി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നടേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത്, സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്താണ്. നമ്മളെ കേരളത്തിൽ അത്യാവശ്യം പേരുള്ള ഒരു നഴ്സറിയിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ട് അത് മാറ്റി നട്ടിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടും ചെടിക്ക് വളർച്ചയില്ല, മുരടിച്ച് നിൽക്കുകയാണ്, ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവർ ആ ഫാമിൽ വിളിച്ച് ചോദിച്ചു, കാരണം ചെടി നട്ടിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കാര്യമായിട്ടുള്ള വളർച്ച ഒന്നുമില്ല, ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ ഓടണം. ഓടാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അതുവരെ ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അത് നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, അവർ പറഞ്ഞു കൊടുത്ത കാര്യമാണ് പറയുന്നത്. സാഫ് എടുത്തിട്ട് ഒരു 5 ഗ്രാം സാഫ് എടുത്തിട്ട് അത് കലക്കിയിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക, മണ്ണിലൊഴിച്ച് കൊടുക്കുക. ഇത് 5 ദിവസം കൂടുമ്പോൾ ചെയ്യാൻ. ടാറ്റാമിഡ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഇൻസെക്ടിസൈഡ് ഉണ്ടല്ലോ, രാസകീടനാശിനി, അത് 5 ദിവസം കൂടുമ്പോൾ ചെടികളുടെ ചുവട്ടിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. പിന്നെ അടുത്തത് DAP വളം മണ്ണിൽ ഇട്ട് കൊടുക്കുക. ലിക്വിഡായിട്ടുള്ള DAP ആണെന്നുണ്ടെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഇതാണ് അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് ചെറിയ തൈയാണ് കേട്ടോ, ചെറിയ ചെടി മാറ്റി നട്ടിട്ട് അത് വളർച്ച മുരടിച്ച് നിൽക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ അവർ ശരിക്കും ചിന്തിക്കുന്നത് എന്താണ്, കാരണം അത്യാവശ്യം പേര് കേട്ട വലിയ നഴ്സറിയാണ്, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും സാഫ് എന്താണെന്നും ടാറ്റാമിഡ എന്ന് പറഞ്ഞ കീടനാശിനി എന്തിനാന്നുള്ളതും, അതേപോലെ നമ്മളെ DAP വളം എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ചെറിയ തൈ നമ്മൾ മാറ്റി നട്ടാൽ അതിനിത് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇവർ പറഞ്ഞു കൊടുത്ത ഈ രീതി തെറ്റാണ്. കാരണം ഈ രീതി പൂർണ്ണമായിട്ട് തെറ്റെന്നല്ല, ഈ രീതി നമുക്ക് ചെയ്യാം, പക്ഷേ അത് പറഞ്ഞു കൊടുക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ കേട്ട ആൾ അത് ഈ ചിന്തിച്ചിരിക്കുന്നത് അത് തെറ്റായ രീതിയിലായിരിക്കാം. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണമായിരുന്നു. നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് നമ്മളൊരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റി നട്ട് നമ്മളെ ഇതിൽ കറക്റ്റായിട്ട് വളർച്ച വരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ മഞ്ഞളിച്ച് പോകുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിലൊന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വേരുകൾക്ക് പോഷകങ്ങൾ കിട്ടുന്നില്ല. അതന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? കാരണം ഇപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ്സ് ചിലപ്പം ക്ലേ പോലത്തെ മണ്ണായിരിക്കാം, ചിലപ്പോൾ കൽക്കട്ട പ്ലാന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ എന്നാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലേ പോലെ ഉറച്ച് കിടക്കുന്ന മണ്ണായിരിക്കും. അപ്പോൾ ആ മണ്ണ് അതേപടി നമ്മൾ ചെടി മാറ്റി നട്ടാൽ അതിൻ്റെ ഉള്ളിലുള്ള വേരിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പറ്റൂല. അത് കുറച്ച് ടൈം എടുക്കും. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്ലേ പിടിച്ച മണ്ണ് നമ്മൾ എങ്ങനെയാണ് മണ്ണ് റിമൂവ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി മണ്ണ് റിമൂവ് ചെയ്ത് ആ വെള്ള വേര് പുറത്ത് കാണുന്ന വരെയുള്ള മണ്ണൊന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മാറ്റി നട്ടാൽ നമ്മൾ 2 ആഴ്ച തണലത്ത് വെക്കണം. കാരണം പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് വെയിൽ കൊള്ളുക എന്നുണ്ടെങ്കിൽ ചെടി ചിലപ്പം ഉണങ്ങി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊരു കാരണമാണ്. ചിലപ്പോൾ അതേപടി നമ്മൾ നട്ട് കഴിഞ്ഞാലും കറക്റ്റായിട്ട് വേരുകൾക്ക് അത് വളർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല, മണ്ണുറച്ച് കിടക്കുമ്പോൾ. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന പോട്ട് മിക്സ് റെഡിയാക്കുമ്പോൾ ഞാൻ അധിക വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അമിതമായിട്ട് നമ്മൾ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ജൈവവളങ്ങൾ പോട്ട് മിക്സിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെടി മാറ്റി നട്ടാൽ ഈ ജൈവവളങ്ങൾ ചെടികൾക്ക് അലിഞ്ഞ് അയച്ചാൽ സൂക്ഷ്മ ജീവാണുക്കളും എൻസൈമുകളും ഒക്കെ പ്രവർത്തനത്തിലൂടെ ഇത് അലിഞ്ഞ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാവണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈം വരെ ചെടികൾക്ക് പോഷകം കിട്ടുന്നില്ല. അപ്പോൾ ചെടി നമ്മൾ മാറ്റി നട്ടാൽ ചെടിക്ക് ആ ഒരു ടൈമിൽ പോഷകം കിട്ടുന്നില്ല. അപ്പോൾ പോഷകം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാന മൂലകങ്ങൾ മാത്രമല്ല കേട്ടോ, കാരണം നമ്മളെ സെക്കൻഡറി എലമെൻസും കാൽസ്യം, മൈക്രോന്യൂട്രിയൻസ് ഒക്കെ ആ ഒരു ടൈമിൽ ചെടികൾക്ക് വേണം. അപ്പോൾ കാൽസ്യം മണ്ണിലില്ല എന്നുണ്ടെങ്കിൽ മണ്ണ് അസിഡിക് ആയിരിക്കും.
അപ്പോൾ മണ്ണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്തിട്ട് പോട്ടി മിക്സ് ആക്കിയിട്ടാണ് നടുന്നതെന്നുണ്ടെങ്കിൽ കാൽസ്യം ചെടികൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ പോഷകങ്ങൾ കറക്റ്റ് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ മനുഷ്യരാണെന്നുണ്ടെങ്കിലും ഭക്ഷണമൊന്നും കിട്ടാതെ നമ്മൾ എത്ര ദിവസം നമുക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെയാണ് ചെടികൾക്കും അതാത് ദിവസം പോഷകങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളൊരു ചെടി മാറ്റി നടുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വളങ്ങൾ ഇട്ട് കൊടുത്താൽ ആ വളം ഉടനെ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. അതിന് കുറച്ച് കാലതാമസം വരണം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫോളിയറായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം, കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. കാരണം വേരുകൾക്ക് ആ ഒരു ടൈമിൽ വളം വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാരണത്താലൊക്കെ ചെടി നിൽക്കുകയാണ്. ആഴ്ച ഒന്നെങ്കിൽ സ്ട്രെസ് വന്നിട്ടോ അല്ലെങ്കിൽ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ചെടി നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെടി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളിയറായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കണം. അപ്പോൾ ഫോളിയറായിട്ട് എങ്ങനെയാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുക എന്നെങ്കിൽ നമ്മൾ NPK 19 ഉണ്ടല്ലോ, അതുവെച്ചാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഈക്വൽ ഷെയറിലുള്ള വളം. ഇത് നമ്മൾ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ 5 ദിവസം 6 ദിവസത്തെ ഗ്യാപ്പിൽ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ഇലകളിൽ രാവിലെ ഒരു 7 മണി ടൈമിൽ 2 ഗ്രാം എടുത്താൽ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി NPK ഒക്കെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നാനോ യൂറിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ അയച്ച് നൈട്രജൻ ആ ഒരു സമയത്ത് കൂടുതൽ വേണമല്ലോ, അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ചെടി മാറ്റി നടുന്ന ടൈമിൽ നമ്മളെ സൂക്ഷ്മ ജീവാണുണ്ടല്ലോ വാമ്, അപ്പോൾ വാമ് നമ്മൾ മാറ്റി നടുമ്പോൾ ആ പോട്ടി മിക്സിൽ വാമ് മിക്സ് ചെയ്തിട്ട് നടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ സ്യൂഡോമോണസ് ഇടയ്ക്കിടയ്ക്ക് ആ ടൈമിൽ മണ്ണിൽ സ്യൂഡോമോണസ് കൊടുക്കുന്നതും നല്ലതാണ്. കാരണം സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ടായി വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വാമോ അതേപോലെ തന്നെ നമ്മളെ ജൈവരൂപത്തിലുള്ള റൂട്ടിൻ ഹോർമോണുകളോ നമ്മൾ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെടികൾ മണ്ണിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വേരുകൾ പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തും. അപ്പോൾ വേരുകൾ പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തിയാൽ വേരുകൾക്ക് വളങ്ങളും വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചെടികൾ പെട്ടെന്ന് തന്നെ അത് നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില സ്ഥലങ്ങളിൽ ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടികൾ വളർച്ചയിലേക്ക് എത്തും. പക്ഷേ ചിലത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസമായാലും 2 മാസമായാലും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കും. അപ്പോൾ ഇതാണ് ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്യൂഡോമോണസ് തന്നെ നമുക്ക് ചില ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ആ ഒരു ടൈമിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു സർജറി കഴിഞ്ഞാൽ നമുക്ക് പല ഇൻഫെക്ഷനും വരുമല്ലോ, അതിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ ചെടികൾ ആ ഒരു ടൈമിൽ അങ്ങനത്തെ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മുൻകരുതലായിട്ടാണ് നമ്മൾ സാഫോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതും ഈ 5 ദിവസത്തെ ഗ്യാപ്പിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 15 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തത്. സ്യൂഡോമോണസ് ആണെങ്കിൽ നിങ്ങൾ 5 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതേപോലെ മണ്ണിൽ ഒഴിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പോട്ടി മിക്സ് റെഡിയാക്കി നമ്മൾ മാറ്റി നടന്ന ടൈമിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ ഇത് ചെടികൾക്ക് ചെറിയ തോതിലും ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അത് ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കാൽസ്യം ഞാൻ പറഞ്ഞല്ലോ കുമ്മായം ഡോളോമേറ്റ് ഇടുമ്പോൾ അതിലൂടെ കിട്ടും. അതേപോലെ മഗ്നീഷ്യം, സൾഫറൊക്കെ നമുക്ക് വേണമെങ്കിൽ ജൈവ രൂപത്തിൽ എപ്സം സാൾട്ട് ലേശം ഒരു 5 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മണ്ണിൽ പോട്ടി മിക്സിൽ മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടത്. അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ 2 ഗ്രാം മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതൊരു 10 ദിവസം 15 ദിവസത്തെ ഗ്യാപ്പിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് ആ വേര് കട്ടുള്ള വേരൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ നടന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചെടി ആ വളർച്ചയിലേക്ക് എത്തും. അല്ലാത്ത സാഹചര്യത്തിലൊക്കെയാണ് ഇത് ചെടി അന്ന് മുരടിച്ചെന്ന്, കാരണം പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് ഇലകൾ മഞ്ഞളിച്ച് വരിക, ആ ചെടി ഇങ്ങനെ ഉണങ്ങി പോവുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തന്നെ അമിതമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ വളങ്ങൾ ഒരു കാരണവശാലും ചെടികൾക്ക് കൊടുക്കണ്ട. കാരണം നമ്മൾ ജൈവവളം ഒരു ലേശം ലെവലിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് കിട്ടുന്ന വരെ നമ്മളൊരു സപ്പോർട്ടിങ് ആയിട്ട് ഇലകളിലൊരു കണ്ടിന്യൂ ആയിട്ട് നമ്മളിത് ചെയ്തു പോയാൽ മതി. NPK ഒക്കെ ഒരു 5 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്യാം. അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ് ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ മതി. ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സ്യൂഡോമോണസും അതേപോലെ സ്യൂഡോമോണസൊക്കെ 5 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കുക. ഇനി സാഫ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര 5 ദിവസത്തെ ഗ്യാപ്പിലൊന്നും നമ്മൾ കൊടുക്കണ്ട. ഇനി ആ നഴ്സറിക്കാർ ആ ഫാമേർ പറഞ്ഞു കൊടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞില്ല, ഇപ്പോൾ സാഫ് എന്ന് പറഞ്ഞൊരു വളമല്ല, ഫംഗിസൈഡാണ്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ മുൻകരുതലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ സാഫ് മണ്ണിലും അതേപോലെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താലുള്ള ദോഷം എന്താണ്? കാരണം മണ്ണിൽ കുഴിച്ചാൽ മണ്ണിലെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിക്കും. അപ്പോൾ ഈ വളം പിന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് വരികയാണ് ചെയ്യുക. ആ ഒരു ടൈമിൽ സാഫ് അല്ലല്ലോ ചെടിക്ക് വേണ്ടത്, വളങ്ങളല്ലേ വേണ്ടത്, അല്ലാതെ നമ്മളെ ഫംഗിസൈഡ് അല്ലല്ലോ ചെടികൾക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ കൊടുക്കാതിരിക്കുക. ഇത് മുൻകരുതലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 5 ദിവസത്തെ ഗ്യാപ്പിൽ ഇത് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു നിർദ്ദേശമാണ്. അടുത്തത് നമ്മൾ ഇൻസെക്ടിസൈഡ് ടാറ്റാമിഡ. കാരണം കീടശല്യം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ടാറ്റാമിഡ ഇങ്ങനെ 5 ദിവസത്തെ ഗ്യാപ്പിൽ ഈ സ്റ്റാർട്ടിങ് തന്നെ ഒരു ചെടിക്ക് ഒഴിച്ച് കൊടുക്കേണ്ട, അല്ലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം? അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി അങ്ങനെ നമ്മൾ മുൻകരുതലായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു ദിവസം വേപ്പെണ്ണ ജസ്റ്റ് ഇലകളുടെ അടിഭാഗത്തും ഇതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
കാരണം പുതിയ തളിര് വരുമ്പോഴാണല്ലോ കീടശല്യവും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കൂടുതലായിട്ട് വരിക. തളിര് വരാത്ത ടൈമിൽ നമ്മൾ ഈ രാസകീടനാശിനി എന്തിനാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അവിടെ ചെടി ഓൾറെഡി സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്, അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ സ്ട്രെസ്സ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത ആ നഴ്സറിക്കാരൻ പറഞ്ഞ DAP ആ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കൊടുക്കാൻ. DAP എന്ന് പറഞ്ഞാൽ രാസവളമാണ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. പക്ഷേ നൈട്രജൻ ചെറിയ തോതിലും ഫോസ്ഫറസ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ള ഒരു രാസവളമാണ് DAP. ഇത് നമ്മൾ DAP അധികം നമ്മൾ പൂക്കാനുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ കൊടുക്കുക. കാരണം ചെടികൾക്ക് ആദ്യഘട്ട വളർച്ചയിലൊക്കെ ഫോസ്ഫറസ് വേണം. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന ജൈവവളത്തിൽ ഈക്വൽ ഷെയറിലുള്ള ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ NPK നമ്മൾ 19 നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഈക്വൽ ഷെയറിലുള്ള ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടികൾക്ക് ആദ്യഘട്ടത്തിൽ അത്രമാത്രം ഫോസ്ഫറസ് മതി. കാരണം വേര് വളർച്ച നമ്മൾ ഒരുപാട് ഫോസ്ഫറസ് അടങ്ങിയ വളം ഇട്ട് കൊടുത്തിച്ച് വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചൊന്നും വളരുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതും ചെടി മണ്ണ് പെട്ടെന്ന് അസിഡിക്കാനും മറ്റു വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലല്ലാതെ ഇരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെടി മാറ്റി നടുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ DAP കൊടുക്കേണ്ട ഒരു കാരണവശാലും ആവശ്യമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ നമ്മൾ പൂക്കാനുള്ള സ്റ്റേജിലൊക്കെ നമുക്ക് DAP വേണമെങ്കിൽ കൊടുക്കാം. ആ ഒരു ടൈമിൽ ഫോസ്ഫറസ് കൂടുതലായിട്ട് ചെടികൾക്ക് വേണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ചെടി മാറ്റി നടുന്ന ടൈമിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അമിതമായിട്ട് വളങ്ങളിട്ട് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് പോട്ടി മിക്സിൽ ജൈവ വളങ്ങളിട്ട് കൊടുത്ത് നടുക. അത് ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലാവുന്നവരെ നമ്മൾ ഫോളിയറായിട്ട് ഈക്വൽ ഷെയറിലായിട്ട് വളങ്ങൾ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി മണ്ണ് ക്ലേ പോലെ താന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് മാറ്റി നടാം. പിന്നെ ചെടിക്കൊന്ന് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള പണികളൊക്കെ നമ്മൾ എടുക്കുക. കാരണം നമ്മൾ കൊറിയറായിട്ട് വന്ന ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഉടനെ തന്നെ മാറ്റി നടാതിരിക്കുക. ഒന്ന് തള്ളത്ത് വെക്കുക. എന്നിട്ട് ഒരാഴ്ചയൊക്കെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാറ്റി നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ചെടികളെ സ്ട്രെസ് ഒന്ന് കുറച്ചതിന് ശേഷം. അതേപോലെ ഇനി മാറ്റി നട്ടാലും ഉടനെ തന്നെ വെയിലത്തേക്ക് കൊണ്ടുവെക്കാതിരിക്കുക. വെള്ളം കറക്റ്റായിട്ട് കൊടുക്കുക. അമിതമായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക. കാരണം മണ്ണിൽ ഈർപ്പം നിലനിൽക്കണം. അടുത്ത പോട്ടി മിക്സ് നമ്മൾ റെഡിയാക്കുമ്പോൾ മണ്ണ് ചള്ളാവാതിരിക്കുക. കാരണം മണ്ണിങ്ങനെ ചില മണ്ണുണ്ടാവും നമ്മൾ ചെടി നട്ടാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ പശ പോലെ ഉണ്ടാവും. അതേ സ്ഥാനത്ത് വെയിലൊന്ന് തട്ടുന്ന സമയത്ത് പാറ പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് വേരുകൾക്ക് ഓടൂല. വേരുകൾക്ക് ഓടാതെ വരുമ്പോൾ വളങ്ങൾ ഇനിയിപ്പോൾ വലിച്ചെടുക്കാൻ പാകത്തിലായെങ്കിലും വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി കഴിയൂല. അപ്പോൾ ചെടി എന്തായിരിക്കും സ്ട്രെസ് അനുഭവപ്പെടും. അപ്പോൾ ചെടി ഇങ്ങനെ ആദ്യം മുരടിച്ച് നിൽക്കും, പിന്നീട് ഇലകളിൽ മഞ്ഞളിച്ച് വരും. കാരണം അവർക്ക് കറക്റ്റായിട്ട് പോഷകം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോഴൊക്കെ നല്ല എയർ സർക്കുലേഷൻ മണ്ണിൽ കിട്ടാൻ വേണ്ടിയിട്ടും മണ്ണിങ്ങനെ ഉറച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ്, കമ്പോസ്റ്റോ അല്ലെങ്കിൽ പെർലൈറ്റോ ഉമിയോ അങ്ങനെയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൃഷി ചെടികൾ മാറ്റി നടുന്നതിനോ അല്ലോ വളങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അധികമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിവ് പകർന്ന് നൽകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രം അറിവുകൾ സ്വീകരിക്കുക. കാരണം തിരക്കുള്ള ആൾക്കാർ, കാരണം അവർക്ക് അറിവ് പകർന്ന് നൽകാൻ വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ ചോദിച്ച് വെറുപ്പിക്കുമ്പോൾ പറഞ്ഞു തരുന്ന ആൾക്കാരെന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് അറിവ് നമ്മൾ സ്വീകരിക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ അത് അവർ പെട്ടെന്ന് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ കറക്റ്റ് സാധനമായിരിക്കും, നമുക്കത് പെട്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷി ഭവനിൽ വിളിച്ച് ചോദിക്കുക. അതേപോലെ കിസാൻ കോൾ സെൻറ്ററിൽ നമുക്ക് വിളിച്ച് ചോദിക്കാം. നമ്മൾ ഏത് സംശയങ്ങൾ ചോദിച്ചാലും അതിന് കറക്റ്റായിട്ടുള്ള മറുപടി അവിടെ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു നിർദ്ദേശം കിട്ടിയാൽ അത് ഉടനെ തന്നെ ചെടിയിൽ കൊണ്ടുപോയിട്ട് പ്രയോഗിക്കാതിരിക്കുക. കാരണം ചില സാധനം നമ്മളിത് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കൊടുക്കേണ്ട സാഹചര്യം ആയിരിക്കില്ല ചെടി. ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരൊന്നും ഇത് മനസ്സിലാവില്ല ചെടി എങ്ങനെ. അപ്പോൾ ആരോട് നമ്മൾ സംശയം ചോദിക്കുമ്പോൾ ആദ്യം നമ്മളെ ചെടീൻ്റെ പ്ലാൻസ് കാണിച്ചു കൊടുക്കുക. നമ്മളെങ്ങനെയാണ് വളങ്ങൾ കൊടുത്തതെന്നുള്ള രീതി പറഞ്ഞു കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ പരിചരിക്കുന്നത് എന്നുള്ള രീതി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരാൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്, ചെടീൻ്റെ സ്റ്റേജ് ഫോട്ടോ ഒക്കെ കാണാമല്ലോ. അങ്ങനെ അവർ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുന്നത്. അല്ലാതെ നമ്മൾ നാവുകൊണ്ട് മാത്രം പറഞ്ഞു കൊടുത്ത് അവർ കേട്ട് വരുമ്പോൾ കാരണം നമ്മൾ ചെടീൻ്റെ സ്റ്റേജ് എന്താണെന്നോ ചെടി എങ്ങനെയാണ് നിൽക്കുന്നതെന്നോ അവർക്കറിയില്ല. അപ്പോൾ അത് ഉടനെ തന്നെ ചെടിയിൽ പ്രയോഗിക്കാതിരിക്കുക. അടുത്ത പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരാളെ നിർദ്ദേശം, ഒരു നഴ്സറിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു വളക്കടക്കാരൻ്റെ അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് അറിയുന്ന ഒരു യൂട്യൂബറുടെ കൃഷി ഓഫീസറുടെ ഒരു നിർദ്ദേശം കിട്ടി അത് ചെടിയിൽ ഉപയോഗിച്ചിട്ട് ഉടനെ തന്നെ അതിനുള്ളൊരു സമയം കൊടുക്കാതെ വീണ്ടും അടുത്ത നിർദ്ദേശം വീണ്ടും പ്രയോഗിക്കാതെ അങ്ങനെ നമ്മൾ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും അടുപ്പിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെടിയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ആശ കൊണ്ടാണ് ചെടി എങ്ങനെയെങ്കിലും ഒന്ന് ഉഷാറാവട്ടെ എന്നുള്ളത്. അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ പ്രയോഗിക്കരുത്. കാരണം ഓൾറെഡി സ്ട്രെസ്സുള്ള ചെടികൾ വീണ്ടും സ്ട്രെസ് കൂടെ ചെയ്യും.
ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ലത് എന്ന് ഉദ്ദേശിച്ചൊക്കെ നമുക്ക് ദോഷമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. എന്ത് നിർദ്ദേശം കിട്ടിയാലും നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കൃഷിയിൽ അത് പ്രയോഗിക്കുക. പിന്നെ അതിനെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ഒരു 10,000 രൂപേൻ്റെ പ്ലാന്റ്സ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള നഴ്സറിയിൽ നിന്ന് അവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഗിവ് അവേ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് 21/12/2025 ഇന്നലെ 2:45 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ പ്ലാൻസ് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്